ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് രാവിലെ ഇറങ്ങുമ്പോ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാട്ടോ ഇറങ്ങുന്നത്. ഇന്നലെ പാക്കറ്റ് ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിക്കൊരു മുട്ടക്കറി ഉണ്ടാക്കി. ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് കരുതി. അപ്പോൾ ഏതായാലും കഴിക്കട്ടെ കേട്ടോ. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ പരിപാടി കഴിഞ്ഞ് 6:43 ഇപ്പൊ സമയം, വർക്കിന് ഇറങ്ങുന്ന സമയം. എന്നും നമ്മള് ഒരു 6:15 6:20 ആകുമ്പോഴാണ് ഇറങ്ങല്. ഇന്നിപ്പോ സമയം 6:45 കുഴപ്പമില്ല. ഇനിയിപ്പോ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒന്നും നിർത്തേണ്ട ആവശ്യമല്ലല്ലോ. വിശക്കൂല്ല. ഏകദേശം ഒരു ഉച്ച വരെയൊക്കെ ആയിട്ട് അങ്ങനെ നിർത്താണ്ട് ഓടാൻ പറ്റും. ആ ഓട്ടമുള്ള സമയത്ത് ഇങ്ങനെ നിർത്തുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. നിർത്തി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് അടിക്കൂല. അപ്പൊ അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മള് CNG അടിച്ചതിൽ 2 കട്ട കുറവുണ്ട്. 4.8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ B0 ആക്കാൻ മറന്നു. അതുകൊണ്ടാണ് ഈ 582. അപ്പൊ ഏതായാലും അത് 0 ആക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മാറുമ്പത്തിനെ വേഗം ഊബർ ഓൺ ആക്കട്ടെ കേട്ടോ. ഇവിടെ 4G ആണ്. പെട്ടെന്ന് ആവോന്ന് അറിയില്ല. നമ്മളെ വൈഫൈ കട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ ഊബർ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. വണ്ടിന്റെ കോൾഡ് സ്റ്റാർട്ടിങ്ങും മാറിയിട്ടുണ്ട്. ഇനി വേഗം റാപ്പിഡോ പാട് ഓൺ ആക്കിയിട്ടേ നമുക്ക് നേരെ മുണ്ടമ്പാലം പോവാം. ഓക്കെ, നമ്മളെ റാപ്പിഡോയും ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് എന്നാലും അവിടുന്ന് ഒരു കാലിച്ചായ കുടിക്കാം. അതാണല്ലോ അതിന്റെ രീതി, മുണ്ടമ്പാലം ചായ. അവിടുന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മളെ പരിപാടി തുടങ്ങലെന്നും. അപ്പൊ ഏതായാലും നേരെ മുണ്ടമ്പാലം പോട്ടെ. അപ്പൊ നമ്മളെ യാത്ര തുടങ്ങുകയാണ് ഗെയ്സ്. അങ്ങനെ നമ്മളെ സ്വന്തം മുണ്ടമ്പാലത്തേക്ക് എത്തിയിട്ടുണ്ട് ഗെയ്സ്. അപ്പൊ ഇനി ഇവിടെ ലെഫ്റ്റ് ഇട്ടിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ പാർക്ക് ചെയ്യുക. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുക. ലെഫ്റ്റിൽ പാർക്ക് ചെയ്യണില്ല കേട്ടോ, റൈറ്റിൽ പാർക്ക് ചെയ്യാം. നമുക്ക് ലെഫ്റ്റിൽ ഒരു വണ്ടി ഉണ്ട്, അപ്പൊ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഏതായാലും അങ്ങനെ നമ്മള് കബാനന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് പരിപാടി തുടങ്ങാം. അങ്ങനെ ഗെയ്സ്, നമുക്ക് ഇന്നത്തെ കൈനീട്ട ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സുബന്റെ ട്രിപ്പാണ് അടിച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. ഇനി 700 മീറ്ററും കൂടി ഉള്ളു പിക്കപ്പ്. ചായ കുടിക്കുന്ന ഇടയിലേ വേറെ ട്രിപ്പും പാടെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 200 സംതിങ് ഉണ്ടായിരുന്നു. അത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു, നോർത്ത്. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചായ നമ്മൾ ഓർഡർ ചെയ്ത സമയമായിരുന്നു. അപ്പൊ അത് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പഠിച്ചതാണ് ഇപ്പൊ ഈ ട്രിപ്പ്. നമ്മളെ കാക്കനാട്ടിക്ക് തന്നെ കേട്ടോ. ഒരു 5 കിലോമീറ്റർ ഉള്ളു. 135 140 അങ്ങനെ എന്തോ റേറ്റ് ഉള്ള ചെറിയൊരു ട്രിപ്പാണ്. ഏതായാലും ഇത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യട്ടെ. ഹലോ. ഓക്കെ. അങ്ങനെ നമ്മള് ഫസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടുന്ന് ഒരു 100 മീറ്റർ 50 മീറ്റർ ബാക്കിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഒരു അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, ഒരു നിശന്റെ. ഇത് നമ്മളെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാട്ടോ, സ്മാർട്ട് സിറ്റിക്ക്. അപ്പോൾ ആളെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആള് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ഭാഗത്തുനിന്ന് അറിയില്ല. അപ്പോൾ അവിടെ നിർത്തിക്ക്. അവിടെ ലെഫ്റ്റിക്ക് റോഡ് ഉണ്ട്, സ്ട്രൈറ്റിക്കാണ് നമുക്ക് പോകേണ്ടത്. പിന്നെ റൈറ്റിക്ക് ഒരു റോഡ് ഉണ്ട്. ഏത് റോഡിൽ നിന്നാണ് ആൾ ഇറങ്ങി വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ സെൻറ്ററിൽ നിർത്തിക്കുക. ഞാൻ ആദ്യം മറ്റേ ട്രിപ്പ് വന്നപ്പോഴേ ആദ്യം തന്നെ ചെറിയ ട്രിപ്പാണ് എഴുതി. 5 കിലോമീറ്ററിന് 100 എത്ര കിട്ടിയത്, 135 രൂപ കേട്ടോ. അപ്പോൾ ഇപ്പൊ കണ്ടോ, ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു 30 മീറ്റർ ഡിസ്റ്റൻസിലാണ് പിക്കപ്പ് കണ്ടത്. അപ്പൊ ഈ 30 മീറ്ററിൽ അടുത്ത പിക്കപ്പും കിട്ടി. അപ്പോൾ 5 ഇത് 4 കിലോമീറ്റർ ഉള്ളു. അപ്പൊ 9 കിലോമീറ്റർ. ഇതും ഏകദേശം അത് 130 രൂപ. അപ്പോ 260 രൂപേന്റെ ട്രിപ്പായി. അങ്ങനെ കേസ് നമ്മളെ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. 265 രൂപ കിട്ടും ഇപ്പൊ 2 ട്രിപ്പും പാടെ. ഈ ട്രിപ്പിന് നമുക്ക് 130 രൂപ കിട്ടിയത്. ഇത് നമ്മളെ സ്മാർട്ട് സിറ്റിയിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മളെ കുഴിക്കാട്ടുമൂല എത്താൻ നേരത്തെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 11 മിനിറ്റ് സമയം എടുത്തിട്ടോ. അപ്പോൾ അവിടെ ഈ സമയം ആകുമ്പോ തന്നെ ബ്ലോക്ക് ആവൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് വേഗം ഇനി ഒരു ട്രിപ്പ് അടിച്ചിട്ട് ഇവിടുന്ന് വല്ല എസ്കേപ്പ് അടിക്കണം. ഈ ഭാഗത്ത് ഇനി വല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല. 7:45 ഇപ്പൊ തന്നെ 7:45 ആയപ്പോ തന്നെ അവിടെ ബ്ലോക്ക് ആവൽ തുടങ്ങി. കുഴിക്കാട്ടുമൂല മറ്റേ IMG ജംഗ്ഷൻ വരെ ബ്ലോക്ക് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ആ ബ്ലോക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് ഒരു ലെഫ്റ്റ് പോകണ്ട, നമുക്ക് യൂട്ടേൺ അടിക്കാന്. അവിടെയും ബ്ലോക്ക് വരലുണ്ട്, നല്ല ബ്ലോക്ക് വരലുണ്ട്. നാളെ നമ്മള് പെട്ടിട്ടുണ്ടായിരുന്നു ആ ബ്ലോക്കില്. അപ്പൊ ഈ ഒരു സമയം ഇപ്പൊ തന്നെ ബ്ലോക്ക് തുടങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വല്ല ട്രിപ്പ് എടുത്തിട്ട് എസ്കേപ്പ് അടിക്കണമായിരിക്കും നല്ലത്. ഒരു 8-8:15 വരെ നമുക്ക് ഇവിടെ എവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം. ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കാലടിച്ച് പോയാലും കുഴപ്പമില്ല. നമ്മളെ റൂമിന്റെ അവിടേക്കൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അപ്പൊ ഇവിടുന്ന് ഇറങ്ങണതിന് മുമ്പ് തന്നെ നമുക്ക് പോണേക്കര ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, ഒരു കുമാറിന്റെ. അപ്പൊ ഇത് എടുത്തിട്ട് വേഗം പോട്ടെ. ഇത് ഏകദേശം 2 കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, രാവിലെ സമയല്ലേ. ആളിപ്പോ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട്. വില്ല നമ്പർ 18 ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതോ ഒരു വില്ലിന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്, 2.1 5 മിനിറ്റ് കൊണ്ട് എത്തിട്ടോ. അപ്പോ എടച്ചിറ ഭാഗത്തു നിന്നാണ്. 2 ഇല്ല. നമുക്ക് ഇവിടുന്ന് റേറ്റ് തിരിയാൻ പറ്റില്ല. കറക്റ്റ് തന്നെ നമ്മളെ നോയിൽ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിട്ടോ. നോയിൽ അല്ല കേട്ടോ, ഇത് ഒലിവ് ആണ്. സോറി, എനിക്ക് മാറിപ്പോയതാ. ഒലിവ് ഫ്ലാറ്റ് ആണ് ഇവിടെ.
ഫ്ലാറ്റും വില്ലയും പാടെ ഉണ്ട്, രണ്ടും പാടെ കേട്ടോ. അപ്പോൾ വില്ല ഇവിടുന്ന് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് കൂടി കാണുന്ന വീടാണ് കേട്ടോ വില്ല. റൈറ്റ് സൈഡിൽ കാണുന്നത് ഫ്ലാറ്റുകൾ. അപ്പോൾ വില്ല നമ്പർ 18 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് 12 അങ്ങനെ നമ്മളെ എടപ്പള്ളിൻ്റെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ എടപ്പള്ളിയിലുള്ള MRA റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലേക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ഊബറാര് വീണ്ടും തട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്ക് 200 രൂപയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 196 രൂപയുടെ ഒരു മനോജിൻ്റെ ട്രിപ്പ്. ഇത് 200 രൂപയാണ് നമുക്ക് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 191 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 9 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ട് അവർ. ഇതാണ്ടോ 200.84 ഫെയർ ഉള്ളത്, 9.56 രൂപ ടാക്സ് പിടിച്ച്. അങ്ങനെ 191 രൂപയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്നോട് ഇന്നലെ നമ്മൾ ആസ്റ്ററിൻ്റെ അവിടുന്ന് ഒരു ഫ്രണ്ടിനെ കണ്ടു എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഒരു ടാക്സ് പിടിക്കുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഊബറാർക്ക് അങ്ങനെ തെറ്റുകൾ അങ്ങനെ സംഭവിക്കില്ല. കറക്റ്റ് ആ പോയിന്റ് ഇട്ടിട്ട് വരെ ഉള്ളത് കറക്റ്റ് കണക്കൂട്ടുമ്പോഴൊക്കെ റെഡി ആവലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ഇതുണ്ടോ ഇടയ്ക്കിടയ്ക്ക് അവർ ടാക്സ് പിടിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. ഇത് ഫുൾ പേയ്മെന്റ് തന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഊബറാർ. അപ്പോൾ ഇടയിൽ കൂടി ഇങ്ങനെ ടാക്സ് പിടിച്ചാലേ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഊബറാർ വീണ്ടും പറ്റിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഊബറിനെ നമ്പിയിട്ട് കാര്യമല്ല. അപ്പോൾ നല്ല നല്ല ട്രിപ്പുകൾ റാപ്പിഡോയിൽ വരുമ്പോൾ എടുക്കണം. അപ്പോൾ വന്ന ട്രിപ്പ് കുഴപ്പമില്ല, കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ. ഇനി അവിടെ എത്തുമ്പോൾ ഇതിൽ ടാക്സ് പിടിക്കണ്ടോ എന്ന് നോക്കി നോക്കണം. ഇത് എടുക്കാം ഡ്രോപ്പ് എടുക്കാമെന്നൊന്നും നോക്കാൻ പറ്റിയില്ല. ഞാൻ ചെന്ന് നോക്കട്ടെ. 1.5 കിലോമീറ്റർ ആട്ടോ പിക്കപ്പ് ഉള്ളത്. 5 മിനിറ്റ് സമയം. നമ്മളെ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ട് അവിടെ യൂട്ടേൺ അടിക്കണം. അങ്ങനെ നമ്മളെ മനോജ് സാറിന്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അപ്പോൾ അത് നമ്മളെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 230 രൂപയാണ് ക്യാഷ് കളക്ട് ഉണ്ടായിരുന്നത് കേട്ടോ. 230. അപ്പോൾ ആള് 250 ഇട്ടുണ്ട്. ബാക്കി 30 രൂപ 20 രൂപ ടിപ്പാക്കി ഇട്ടുണ്ട്. സൗത്ത് മെട്രോന്റെ അടിയിൽ എത്തിയപ്പോഴേ ഒരു 340 എത്ര രൂപേന്റെ റാപ്പിഡോ ട്രിപ്പ് അടിച്ച്. ഞാൻ അനൗൺസ്മെന്റ് കേട്ടു. ഇവിടുത്തെ ഡ്രോപ്പ് 14 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. പിക്കപ്പ് ഇടുന്നത് എനിക്ക് നോക്കാൻ പറ്റില്ല. മേലെ ലൊക്കേഷന്റെ ഒരു സാധനം വന്നോണ്ടേ. അപ്പൊ ഞാൻ ട്രിപ്പ് എടുത്തില്ല. അപ്പോഴാണ് ഈ ട്രിപ്പ് അടിക്കണില്ല. അപ്പൊ റാപ്പിഡോയിൽ നല്ല ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പോവേനെ ഇവിടുന്ന്. അങ്ങനെ ഒരു 1:23 ആയപ്പോഴേ നമ്മളിവിടെ മുണ്ടമ്പാലത്തിൻ്റെ കേട്ടോ, നമ്മളെ റൂമിന്റെ അടുത്ത്. നമ്മളെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ ട്രിപ്പിന് ശേഷം നമുക്ക് ടോട്ടല് 5 ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഊബറിൽ 3 ട്രിപ്പും റാപ്പിഡോയിൽ 2 ട്രിപ്പോട്ട് അടിച്ചത്. അവിടെ നമുക്ക് ആദ്യം ഊബറിൽ ഐലൻഡിലേക്ക് ഒരു ട്രിപ്പ് അടിച്ച് 100 സംതിങ്ങിന്, 190 200 അടുത്തുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ തോപ്പുംപടിക്ക് പോയി. തോപ്പുംപടിയിൽ നിന്ന് നമുക്ക് റാപ്പിഡോയിൽ നമ്മളെ വണ്ടർലേക്ക് ഒരു ട്രിപ്പ് അടിച്ച്. അത് അത്യാവശ്യം നല്ല ഫെയർ ഉള്ള ട്രിപ്പായിരുന്നു കേട്ടോ. 530 രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, ഒരു ശ്രീനിവാസിന്റെ. ഇത് 1 കിലോമീറ്റർ കേട്ടോ പിക്കപ്പ്. നമ്മളെ മുണ്ടമ്പാലത്തു നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പൊ അങ്ങനെ വണ്ടർലേക്ക് അടിച്ചു. അവിടുന്ന് പിന്നെ നമുക്ക് തെങ്ങോട് ഭാഗത്തേക്ക് ഒരു ഊബറിൽ ട്രിപ്പ് അടിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് റാപ്പിഡോയില് ലുലുമാളിലേക്ക് അടിച്ച്. അവിടുന്നാണ് ഇപ്പൊ ലുലുമാളിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ മുണ്ടമ്പാലത്തേക്ക് ഊബറിൽ വീണ്ടും ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതാ റാപ്പിഡോയില് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 14-15 കിലോമീറ്റർ ഉണ്ട്. 360 രൂപയുടെ എന്തോ ട്രിപ്പാണ് കേട്ടോ. ഞാനിപ്പോ ഇവിടുന്ന് നമ്മളെ വൈഫ് ഹൗസിന്റെ അവിടുന്ന് നെയ്ച്ചോറും ബീഫും കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കേന്. അപ്പൊ അതാ കറക്റ്റ് ഏകദേശം ആ ഭാഗത്തു നിന്ന് തന്നെ, ആ ഹോട്ടലും കഴിഞ്ഞ അപ്പുറത്തു നിന്നാണ് നമുക്ക് രാവിലെ പിക്കപ്പ് അടിച്ചൊരു സ്ഥലമുണ്ട് ഇവിടെ, കങ്ങരപ്പടി ഹാളിന്റെ അവിടുന്നാണ് പിക്കപ്പ് ഉള്ളത്. ഇപ്പൊ ശ്രീനിവാസിന്റെ പിക്കപ്പ് ഉള്ളത്. ഇത് എവിടേക്കാ കറക്റ്റ് ലൊക്കേഷൻ നോക്കാൻ പറ്റിയില്ല. ഞാൻ മൊബൈൽ ഓഫ് ആയിരുന്നു. അപ്പൊ റാപ്പിഡോയിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുക. ആദ്യം റേറ്റ് ആണ് അനൗൺസ്മെന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡ്രോപ്പിന്റെ ലൊക്കേഷൻ പറയും. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ വേഗം ലോക്ക് തുറന്ന് ഡ്രോപ്പിന്റെ ലൊക്കേഷൻ എത്ര ഉണ്ടോക്കി, റേറ്റ് എത്ര ഉണ്ടോക്കി, കറക്റ്റായി. അപ്പൊ വേഗം അക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യണതിന്റെ ലൊക്കേഷൻ നോക്കാൻ പറ്റിയില്ല. അത് ഏതായാലും കുഴപ്പമില്ല. 360 രൂപക്ക് കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. പോണ വഴിക്ക് വല്ല ടോളൊന്നും ഇല്ലാന്ന് നമ്മ റാപ്പിഡോയിൽ ടോളിന്റെ പ്രശ്നം വരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണണം കേട്ടോ നമ്മളെ വൈഫ് ഹൗസ്. നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരാക്കണ തന്നെ നല്ലത്. ഇവിടെ പിക്കപ്പ് പോയിന്റിൽ എത്താൻ ഇനി കുറച്ചും കൂടി ഉള്ളു. ആകെ ഒരു 50 മീറ്റർ എന്തോ ഉള്ളു. എനിക്ക് തോന്നുന്നു ഇവിടെ സ്പോർട്സിന്റെ എന്തോ ഉണ്ട്. ഇവിടുന്നാണ് പിക്കപ്പ്. അതിന്റെ മുമ്പ് നമ്മളെ സ്റ്റാൻഡ് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നതാണോ. അപ്പൊ അതിന്റെ ഒരു ഞെട്ട് ഇവിടെ ചാടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിങ്ങനെ തിരിച്ചിട്ട് ഇവിടെ കണ്ടൊരു ഹോള്. അപ്പൊ അവിടെ ആ സാധനം ഇട്ട് തിരിച്ചാൽ മതി, ടൈറ്റ് ആവും. ഞാനാണെങ്കിൽ ഇപ്പൊ കസ്റ്റമർ അടുത്തേക്ക് എത്തും ചെയ്ത്. ഇവിടുന്ന് തോന്നുന്നുണ്ട്, വിളിച്ചു നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ. 362 രൂപ കേട്ടോ നമുക്ക് അതിന് കിട്ടിയത്. ഞാൻ വേഗം സ്റ്റാൻഡ് റെഡി ആക്കട്ടെ കേട്ടോ. സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. തിരുവാണിയൂർക്കായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ തിരുവാങ്കുളം വരെയൊക്കെ എനിക്ക് സ്ഥലം അറിയാം. അപ്പൊ അതുവരെ മാപ്പ് ഇടാണ്ട് പോകുന്നു. ഇവിടത്തെ ഇപ്പൊ എനിക്ക് മാപ്പിന്റെ ആവശ്യം വന്ന്. അപ്പൊ ഞാനിപ്പോ വെച്ച സ്റ്റാൻഡിന്മേ ശരിക്കും ഫോൺ വെക്കാൻ പറ്റൂല. അപ്പൊ ഈ ഒരു സാധനം ഉണ്ട്, ഇതാണ്ടോ ഒട്ടിച്ച് വെക്കണത്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കും. ഇത് നാളെ റിൻഷിദിന്റെ വണ്ടിയിൽ നിന്ന് എടുത്താട്ടോ. ഞാൻ എന്നിട്ട് എന്റെ സ്ക്രീനുമേ വെച്ച് നോക്കി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ സ്ലൈഡായിട്ട് പോരുകയാണ്. അപ്പൊ അത് നടക്കണില്ല, കൊയിഞ്ഞാടും. അപ്പൊ ഇനി ഇതിനുള്ളിൽ ഡസ്റ്റ് കയറിയിട്ടാണ് എന്താ അറിയില്ല, അത് നിൽക്കണില്ല. അപ്പൊ വേഗം സ്റ്റാൻഡ് വെക്കട്ടെ.
അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മളെ CNG ഇല്ല, രണ്ടാമത്തെ പുള്ളിയിൽ ഇപ്പൊ കുറച്ചായി ഓടണം. 127 കിലോമീറ്റർ ഇന്ന് ടോട്ടൽ ഓടിട്ടോ. CNGയില് 132 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 4G ആണ്, 5G ഇല്ല. അപ്പൊ പിന്നെ ഇവിടുന്ന് വേഗം തിരുവാങ്കുളം പോട്ടെ, CNG അടിക്കട്ടെ പോയിട്ട്. ഞാനേ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് CNG അടിക്കണമെന്ന് കരുതിയേനെ. തിരുവാങ്കുളത്ത് നിന്ന് ഒരു ചെറിയ ചെക്കനായിരുന്നു, സ്പോർട്സ് കഴിഞ്ഞാണ്ട് വരികയാണ്. അപ്പോ നോക്കുമ്പോ അവിടെ ഭയങ്കര തിരക്ക്, റോട്ടിക്ക് എത്തിക്കണ വണ്ടിയാള്. അപ്പൊ പിന്നെ നിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ ഏതായാലും ഇപ്പൊ ട്രിപ്പ് ഇല്ലല്ലോ, ഞാൻ ഇവിടെ എത്തിയിട്ടാണ് ഊബർ ഓൺ ആക്കിക്കണത്. ഇനി അതിന്റെ മുമ്പ് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം, കാരണം അവിടെ തിരക്കാണ്. അവിടെ വെറുതെ നിന്നിട്ട് സമയം പോകുന്നല്ലാണ്ട് 2 പുള്ളി ഉണ്ടല്ലോ, ഒരു 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഒക്കെ പോകാനുള്ളൊരു എണ്ണതിലുണ്ട്. അപ്പൊ വല്ല CNG പമ്പിന്റെ അടുത്തേക്ക്, വേറെ CNG പമ്പിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാല് ആ ട്രിപ്പും കിട്ടുമല്ലോ. അപ്പൊ ഏതായാലും ഞാനേ തിരുവാങ്കുളം ചെന്നോക്കട്ടെ, ഇവിടെ വണ്ടി ഓടിക്കട്ടെ ഞാൻ. അപ്പൊ ഏതായാലും ഞാൻ തിരുവാങ്കുളം ചെന്നോക്കട്ടെ. ഇത് നമ്മളെ കോട്ടയം പോണ റോഡാട്ടത്. തിരുവാങ്കുളം എത്തുന്നതിന് മുമ്പേ ഇവിടെ ഒരു ഹോംലി ഫുഡ് ചെറിയൊരു ഹോട്ടൽ കണ്ടിട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഊബർ ഓഫ് ചെയ്യട്ടോ. റാപ്പിഡോയില് റീചാർജ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിപ്പോ ഓഫ് ചെയ്യാൻ നേരത്താണ് ഇത് കണ്ടത്. ഏതായാലും റീചാർജ് ചെയ്തിട്ടെ, അല്ലാന്നുണ്ടെങ്കിലേ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മറക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ റാപ്പിഡോയിലെ റീചാർജ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് ഓഫ് ചെയ്തിടട്ടെ. അപ്പൊ ഓക്കെ, ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മളെ ഫുഡ് കഴിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു 2:43 ആയിക്കോട്ടെ സമയം. ഞാൻ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഊബറും റാപ്പിഡോയും പാടെ ഓണാക്കട്ടെ. എന്നിട്ട് നേരെ CNG അടിക്കാൻ പോവുക. അതിനിടയ്ക്ക് ട്രിപ്പ് അടിച്ചാൽ എടുത്ത് ഓടാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം CNG അടിക്കുക. അവിടെ എത്തിയാൽ പിന്നെ ഓഫ് ചെയ്യണം, കാരണം വരിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു 10-15 മിനിറ്റ് ആവും. നേരത്തെ കണ്ട വരി ഇപ്പോഴും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേഗം അടിച്ചിട്ട് പോവുകയും ചെയ്യാം. ഏതായാലും പോട്ടെ. അപ്പൊ കേസ് നമ്മള് പമ്പ് എത്തുന്നതിന് മുമ്പ് നമുക്ക് റാപ്പിഡോയില് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബലാംന്നോ അങ്ങനെ എന്തോ ആണ് കസ്റ്റമറുടെ പേര്. അപ്പൊ ഞാനേ ഊബർ ഓഫ് ചെയ്യട്ടെ. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററും കൂടി ഉണ്ട് അവിടേക്ക് എത്താന്. അപ്പൊ ഇത് എവിടുന്ന പിക്കപ്പ് അറിയോ? നമ്മള് നേരത്തെ ഡ്രോപ്പ് ചെയ്തല്ലോ ഒരു ചെക്കനെ, ആ ചെക്കനെ ഡ്രോപ്പ് ചെയ്ത് അവിടുന്നാണ് പിക്കപ്പ് ഉള്ളത്. 2 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അപ്പൊ 250 രൂപയുടെ ട്രിപ്പാ. മറ്റേ 11-10 കിലോമീറ്റർ എന്തോ ഡ്രോപ്പും ഉണ്ട്. അപ്പൊ അത് രണ്ടും പാടെ കണക്ക് കൂട്ടിയാലും അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പൊ പിന്നെ ഇതാണ് ഡ്രോപ്പ് ചെയ്യാന്ന് വിചാരിച്ച്. ഏതായാലും 2 പുള്ളി CNG ഉണ്ട്. ഇതും പാടെ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് ഏത് പമ്പക്കാശാര് കാലടിച്ച് പോയാണ്ട് CNG അടിക്കണായിരിക്കും നല്ലത്. ചിലപ്പോ ഇവിടെ വരിയമ്പാടുണ്ടെങ്കിൽ നല്ലൊരു ട്രിപ്പ് കളയണ്ടല്ലോ. അങ്ങനെ നമ്മളെ റാപ്പിഡോന്റെ ആ ട്രിപ്പും കംപ്ലീറ്റ് ആയിട്ടോ. അത് നമ്മളെ ലക്ഷോർ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ മരടിലേക്ക് പോയിട്ട് CNG അടിക്കാം. അതാണ് ഇപ്പോൾ അടുത്തുള്ള CNG പമ്പ്. അങ്ങനെ നമ്മൾ മരടിലുള്ള CNG പമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു 3-4 വണ്ടികൾ കിടക്കുന്നുണ്ട്. 2 മെഷീൻ അടിക്കലുണ്ട്, ഇന്നിപ്പോൾ അടിക്കണില്ലാന്ന് തോന്നണേ. എന്തായാലും കുഴപ്പമില്ല, ഒരു 10-12 മിനിറ്റിൽ പരിപാടി റെഡി ആവും. തീരെ പ്രഷറില്ല കേട്ടോ അടിച്ചത്. 2 പുള്ളി ഇപ്പം തന്നെ ഇല്ല, പമ്പൊന്നും ഇറങ്ങിയിട്ടില്ല. 612 രൂപ കേട്ടായത്. 154 കിലോമീറ്ററാണ് കഴിഞ്ഞതിൽ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. ഞാൻ വേഗം ഊബർ ഓണാക്കട്ടെ. തീരെ പ്രഷർ കിട്ടിയില്ല കേട്ടോ. മെഷീന്റെ സൂചിയൊക്കെ 200-ലാണ് കടന്നത്. പക്ഷേങ്കിൽ 2 കട്ട കുറവുണ്ട്. സാധാരണ പമ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1 കട്ടേ കുറയലുള്ളൂ. പിന്നെ 2 കിലോമീറ്റർ പോകുമ്പോൾ അടുത്ത കട്ട കുറയലോ. ഇതിപ്പോ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അപ്പൊ ഇതിന് 2 കട്ട ഇല്ല. ഇനിയിപ്പോ എന്താ സംഭവം എന്ന് അറിയില്ല. ഇന്നാള് ആരോ പറയണ കേട്ടിന് ബസ് ഒപ്പടിക്കുമ്പോ പ്രഷർ ഉണ്ടാവൂല എന്ന്, അങ്ങനെ എന്തോ. ബസ് അവിടെ അടിക്കണുണ്ട്. ഇനി അതുകൊണ്ടാണ് എന്താ അറിയില്ല. ഞാൻ സൂചി നോക്കിയപ്പോ 200-ലാണ് കണ്ടത്. ഇനിയിപ്പോ ഏതായാലും അത് നോക്കിയിട്ട് കാര്യമല്ല, പോട്ടെ. ഊബർ ഓണാക്കിയാണ്ട് ഇങ്ങനെ നമ്മളെ വൈറ്റിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ അതാ ഒരു ജയശ്രീന്റെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 300 മീറ്ററും കൂടി ഉള്ള പിക്കപ്പ് ഉള്ളത്. ഡോക്ടർ ജയശ്രീ ആണ്. അപ്പൊ ഇത് നമ്മളെ എടപ്പള്ളി ഭാഗത്ത് കേട്ടോ ഡ്രോപ്പ് ഉള്ളത്. 199 രൂപയാണ് കണ്ടത്. അങ്ങനെ നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. 220 രൂപ ആയിരുന്നു, 230 രൂപ ഒരു 10 രൂപ ടിപ്പായിട്ട് തന്നിട്ടുണ്ട്. പോരുന്ന വഴിക്ക് നമ്മളെ പാലാരട്ടം ഫ്ലൈ ഓവർ കയറുന്നതിന് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഇതാണ്ട് ഈ ചോപ്പ് കാറ് കാരനാണ് ആക്സിഡന്റ് ആയത്. ഇത് ഫുള്ള് ലേഡീസ് ആട്ടോ വണ്ടി ഓടിക്കണത് മുഴുവൻ. ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ലോറി ഉണ്ട്. അപ്പൊ ഇവിടെ ഫ്ലൈ ഓവർ എത്തുന്നതിന്റെ മുമ്പ് അതവിടെ തട്ടി കഴിഞ്ഞ്. ഫ്ലൈ ഓവർ എടുത്തതിനും വായി സ്വിഗ്ഗിക്കാരനാടോ. ഇവര് പെട്ടെന്ന് ലെഫ്റ്റ് തരും, ഇൻഡിക്കേറ്റർ ഇട്ടു. പക്ഷെ പെട്ടെന്നുള്ള തിരിച്ചിലായതുകൊണ്ട് ഫ്രണ്ട് ഭാഗം കുറച്ച് സ്വിഗ്ഗിക്കാരനെ തട്ടി. സ്വിഗ്ഗിക്കാരൻ അവിടെ കൊണ്ട് സൈഡാക്കി. അവിടെ വേറെ ബൈക്ക് കൊണ്ടുപോയി തട്ടി മറിഞ്ഞു. ലോറിക്കാരൻ ഇവിടെ ഇടതുഭാഗത്ത് നിൽക്കുക. കാറിന്റെ ഇവിടെ ഈ കാറ് നിർത്തുന്ന ഗ്യാപ്പിൽ ഒരുത്തം വന്ന് കയറുന്നുണ്ട്. ഇവിടെ ഈ സ്വിഗ്ഗി പോയതിനു ശേഷം വേറെ ഒരുത്തം മേനുണ്ട്. ആളിവിടെ തടഞ്ഞു. ഈ ലോറിന്റെ ഗ്യാപ്പിൽ കണ്ടോ അവിടെ, ഈ ലോറിന്റെയും കാറിന്റെയും ഇടക്കിട്ട് അയാളവിടെ നിന്നു. ആ ലോറിക്കാരെ ചവിട്ടിയോണ്ട് ഭാഗ്യം. ഇതിപ്പോ കാറുകാർക്ക് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് ഭാഗം പെട്ടെന്ന് ഓടിച്ചപ്പോഴേ ഫ്രണ്ട് ഭാഗം സ്വിഗ്ഗിക്കാരൻ വേഗം കയറിയിരിക്കണ്. പക്ഷെ ഫ്രണ്ട് കുറച്ചും തട്ടി.
അപ്പൊ ഒന്നിങ്ങനെ വെട്ടിയിട്ട് ഫ്രണ്ടിൽ പോയി നിർത്തി. പക്ഷെങ്കിൽ വേറെ ഒരുത്തം വന്ന് സ്വിഗ്ഗിക്കാരനെ തട്ടി. അതാണ് ഇപ്പൊ ഉണ്ടായത്. അപ്പൊ കാറാനോട് അവിടെ സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലേഡിയാട്ടോ ഓടിക്കണത്. 3-4 ലേഡീസ് ഉണ്ടായില്. എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേ ഞാനേ കൂടി വല്ലാണ്ട് കയറി പോന്നു. അപ്പൊ ഇനിയിപ്പോ അവിടെ എന്തായിക്കണെന്ന് അറിയില്ല. അവിടെ സൈഡാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേസ് നമ്മൾ ഇന്നത്തെ ലാസ്റ്റത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. റാപ്പിഡോയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. 192 രൂപയുടെ 8 കിലോമീറ്റർ നമ്മളെ കൊല്ലം കുടിമുകൾ ഭാഗത്തേക്കായിരുന്നു. നമ്മളെ റൂമിന്റെ അടുത്തേക്ക് തന്നെയായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. റാപ്പിഡോയിലാണ് പോകുന്നത്. അപ്പൊ ഊബർ അപ്പൊ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സമയം 5:38 ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് നമ്മളെ റൂമിന്റെ അവിടേക്ക് ട്രിപ്പ് അടിച്ചുകൊണ്ട് ഭാഗ്യമായി. ഇന്നിപ്പോ നമ്മൾ ടോട്ടല് 13 ട്രിപ്പായിട്ട് എടുത്തത്. ഊബറിൽ 8 ട്രിപ്പും റാപ്പിഡോയിൽ 5 ട്രിപ്പും. അതിൽ ഊബറിൽ ഓടിയ 8 ട്രിപ്പിന്റെ പൈസ ആയിക്കണു. റാപ്പിഡോയില് 5 ട്രിപ്പ് ഓടിയപ്പത്തിന്. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ CNG അടിച്ചിട്ട് 26 കിലോമീറ്റർ ഓടിട്ടോ. ഇനിയിപ്പോ 6 കട്ടിമ്പാടേ ഉള്ളൂ. അടിച്ചപ്പോ തന്നെ 2 കട്ട ഇല്ലാത്തതുകൊണ്ട് നഷ്ടമായി. പിന്നെ ബിയില് 156 കിലോമീറ്റർ ആട്ടോ നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയത് രാവിലെ ഇറങ്ങിയത് മുതൽ. പിന്നെ നമ്മളെ പെട്രോളേ മിന്നിക്കളിക്കാണ്. കുറേ ദിവസമായി മിന്നിക്കളിക്കണ്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഒരു ഭാരത് പെട്രോളിയം ഉണ്ട് നമ്മളെ റൂമിന്റെ അടുത്ത്, മുണ്ടമ്പാലത്ത്. അവിടുന്ന് ഒരു 500 റുപ്യക്ക് പെട്രോൾ അടിക്കട്ടെ. അതിൽ ഒരു കട്ട നിൽക്കുമെന്ന് അറിയില്ല. ചില സമയത്ത് 500 അടിച്ചാലോ 1000 അടിച്ചാലോ ഒന്നും കട്ട മിന്നൽ നിൽക്കലില്ല. ആ മിന്നലും നിന്നിട്ടിയാൽ മതി. കാരണം പെട്രോള് ഇങ്ങനെ ഇല്ലാണ്ട് കുറേ ദിവസമായി കഴിഞ്ഞാലേ അതിലെന്തോ ഒരു പൈപ്പ് എന്തോ കംപ്ലൈന്റ് വരാറുണ്ട്. കുറെ ആൾക്കാർക്ക് ഇന്നാള് വർക്ക്ഷോപ്പുകാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു പൈപ്പ് ഇങ്ങനെ പോയിട്ട് കുറെ കംപ്ലൈന്റുകൾ വരലുണ്ട് പെട്രോൾ ഇല്ലാണ്ട് ഓടിയിട്ട്. പിന്നെ ഇപ്പൊ അടുത്ത് കമന്റിലും വന്നിട്ടുണ്ടായിരുന്നു പെട്രോൾ ഇല്ലാണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. ആ പൈപ്പിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇവിടുന്ന് പമ്പിന്ന് ഒരു 500 റുപ്യക്ക് പെട്രോൾ അടിക്കട്ടെ. ഇതാട്ടോ നമ്മളെ മുണ്ടമ്പാലത്ത് ഭാരത് പെട്രോളിയം പെട്രോൾ പമ്പ്. അപ്പൊ ഇവിടുന്ന് ഒരു 500 രൂപക്ക് പെട്രോൾ അടിക്കട്ടെ. ഇവിടുന്ന് ഇതുവരെ ഞാൻ എണ്ണ അടിച്ചിട്ടില്ല. 500 500 പെട്രോൾ. അങ്ങനെ നമ്മളെ പെട്രോൾ അടിക്കൽ പരിപാടി കഴിഞ്ഞ ഇവിടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പെട്രോള് ഇപ്പൊ മിന്നല് നിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ പെട്രോളിന്റെ വാണിങ് കാണിക്കുന്നുണ്ട്. അത് പോയിട്ടില്ല. ഇപ്പൊ ഇതുവരെ മിന്നിക്കളിക്കായിരുന്നു. ഇപ്പൊ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റേത് പോയിട്ടില്ല. ഇനി എന്താ സംഭവം എന്നാവും. കുറെ ദിവസമായില്ല ഇപ്പൊ ആ ഒരു ചിഹ്നം വന്ന് കിടക്കണത്. അപ്പൊ പിന്നെ അത് അങ്ങനെ ശീലമായിട്ടുണ്ടാവും. അത് നാളെ എടുക്കുമ്പോ കാണാം. കുറെ നേരം ഇങ്ങനെ നിർത്തിയിടുമ്പോ ഇപ്പൊ ഇതുവരെ മിന്നിക്കളിക്കായിരുന്നു. ഇപ്പൊ അത് സ്റ്റേ ആയിട്ടുണ്ട്. ഇനി അത് രാവിലെ എടുക്കുമ്പോ മറ്റേ വാണിംഗ് ലൈറ്റ് കാണിക്കണ്ടോ എന്ന് നോക്കി നോക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ പരിപാടികൾ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഏതായാലും നാളത്തെ വീഡിയോയിൽ കാണാം.